വയനാട്ടിലെ നെന്മേനി കൃഷിഭവനിൽ മോഷണ ശ്രമം. സുൽത്താൻ ബത്തേരി കോളിയാടിയിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവന്റെ പൂട്ടുപൊളിച്ചാണ് മോഷണ ശ്രമം നടന്നത്. 10 ദിവസത്തിനിടെ രണ്ടാം തവണയാണ് ഇവിടെ മോഷണ ശ്രമം നടക്കുന്നത്. 3 ദിവസം മുൻപ് സമീപത്തെ വെറ്റിനറി സബ് സെന്ററിലും മോഷണ ശ്രമം നടന്നിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ക്രൈം ഫയൽ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും നാളെ. ബുധനാഴ്ച രാവിലെ കൃഷിഭവൻ തുറക്കാനെത്തിയ ജീവനക്കാരാണ് പ്രധാന വാതിലിന്റെ പൂട്ട് പൊളിഞ്ഞ നിലയിൽ കണ്ടത്. ഉടനെ മേലുദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നൂൽപ്പുഴ പോലീസിലും വിവരമറിയിച്ചു. സംഭവം അറിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. 10 ദിവസം മുമ്പ് സമാനമായ രീതിയിൽ ഇവിടെ പൂട്ടുപൊളിച്ച് മോഷണ ശ്രമം നടന്നിരുന്നു. എന്നാൽ അന്നൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. 3 ദിവസം മുമ്പ് കൃഷിഭവനോട് ചേർന്നുള്ള വെറ്ററിനറി സബ് സെന്ററിലും സമാനമായ സംഭവം നടന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും കൃഷിഭവന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. ഓഫീസിൽ നിന്ന് ഇത്തവണയും ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുടർച്ചയായി ഓഫീസുകളുടെ പൂട്ട് പൊളിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു. ആരാണിത് ചെയ്യുന്ന അറിയില്ല. കാരണം ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ശരിക്കും ഇവിടെ. അപ്പൊ അത് എന്തായാലും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് അതിന് വേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് വേണ്ട നടപടികൾ എടുക്കണം. സംഭവത്തെ തുടർന്ന് ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നൂൽപ്പുഴ SHOയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.